അതുപോലെ സിൽസിലുകളും ഞങ്ങൾ ചൊല്ലുകൊണ്ടു. പക്ഷേ ഞങ്ങളെല്ലാവരും നെനപ്പാക്കിക്കൊണ്ടുള്ള എനിക്കെന്റെ ഒരു നേതാവുണ്ട്, മഹാനായ അഹ്മദുൽ കബീർ റിഫായി. മഹാനായ അഹ്മദുൽ കബീർ റിഫായി അവിടുത്തെ സൂക്ഷ്മത നമുക്ക് ചൊന്നു തീർക്കുക സാധ്യമല്ലേ? സുബ്ഹാനല്ലാഹ്. മഹാനവർകൾ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു അസർ നിസ്കാരമാണ് എന്റെ നിനപ്പ് ശരിയാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ടതാ ഇങ്ങനെ പള്ളിയുടെ പർത്തുക ബണ്ടതായിട്ട് അതേ പർത്തുക ബണ്ടികനിക്കത്തെ സന്ദർഭത്തിൽ ഒരു കൂട്ട ആൽമാരെ കണ്ട് ആ ആൽമാരാണെങ്കിൽ ആ ചില ആൽമാരെ കയ്യിൽ ദണ്ഡുണ്ട്, ചില ആൽമാരെ കയ്യിൽ കല്ലുണ്ട്, ചില ആൽമാർ വെപ്രാളപ്പെട്ടുകൊണ്ടുള്ളാറ്, ചില ആൽമാർ വച്ച സ്വരത്തിൽ അതേ ശബ്ദിച്ചുകൊണ്ടുള്ളാറ്. ഈ ഒരു സന്നിവേശം കാണുമ്പോ മഹാനായ അഹ്മദുൽ കബീർ റിഫായി ആ ഒരു കൂട്ടായ്മയ്ക്ക് പോയി എത്തിയിട്ട് അവിടെ നിന്ന് കേൾക്കുക എന്താണ് സംഭവിച്ചത്. ആ സമയത്തിൽ അങ്ങ് ചൊന്നാറ് ഇന്നങ്ങനെ റായത്തുകൾ നായി കടന്നു വന്നത്. ആ നായാണെങ്കിൽ കുഷ്ഠബാധിതമായ രോഗമ പിടിച്ചകനിക്കത്തെ ഒരു നായാണ്. കുഷ്ഠരോഗ പിടിച്ചകനിക്കത്തെ നായി അത് ആൽമാറുക ചിലപ്പോ കടിച്ചെങ്കിൽ കടിക്കപ്പെട്ട ആൽമാറുക പോലും അതെ നായികും ഈ വിധത്തിലുള്ള രോഗങ്ങൾ ബറുവല്ലേ. അതിനെ നാവിൽ ഒരു ചൊല്ല പോലത്തെ വസ്തുക്കളെ ഇലിഞ്ഞുകൊണ്ടുണ്ടോ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ആ നായുടെ കല്ലടിച്ച് ഓടുമാട്ടിക്കൊണ്ടുള്ള ആ നായുടെ കല്ലടിച്ചിട്ട് ഞങ്ങൾ ഓടുമാട്ടിക്കൊണ്ടുള്ള ഈ സന്ദർഭത്തില് മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അതേ മനുഷ്യ സമൂഹമേ ഈ നായുടെ നിങ്ങൾ ഓടുപാട്ടല്ലേ, ഈ നായുടെ നക്ക് നിങ്ങൾ വിട്ടുതരണോ, ഈ നായുടെ നാട് ശുശ്രൂഷിക്കിടു. അതേ ഇതിന്റെ ഇടയില് ഒരു ചോദ്യം അതേ കേരള ഭാഗത്തിൽ നിന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു. ദുനിയാവിൽ ധാരാളം മൃഗങ്ങളുണ്ട്, ആനയുടെ പിടിച്ചിട്ട് എറുമ്പുത്തോലുള്ള മൃഗങ്ങളുണ്ട്. പക്ഷേ ഒരു മൃഗത്തെയും തൊട്ടെങ്കിൽ 7 വട്ട കൽകുനോണ്ട് ചൊല്ലില്ല. പക്ഷേ അതേ നായുടെ തൊട്ടെങ്കിൽ 7 വട്ട കൽകുനോ ചൊല്ലു. ഇന്നതാ നിങ്ങളെ ഇസ്ലാം പ്രഖ്യാപനാക്കിടല്ലേ. അതിലെ സത്യാംശം നിങ്ങൾക്ക് തെരിയുക ഇഷ്ടമുണ്ടോ ചൊല്ലുമ്പോ അണ്ടത്തെ ആ ഒരു സ്ഥാനത്തിൽ ഉത്തരം ചെയ്യുക വേണായിട്ട് എന്നെ വിദ്വാന് ചൊല്ലുടൂ. 7 വട്ട കൽകണോ ചൊല്ലുടത് അത് അല്ലാഹുടെ സിദ്ധാന്തമാണ്, അത് അല്ലാഹുടെ കൽപ്പനയാണ്. ധർമാണ്ട് ചൊന്നെങ്കിലേ അല്ലാഹുടെ മേല് വിശ്വാസമുണ്ട്. ഹിന്ദുക്കളാണെങ്കിൽ അങ്ങനെ റാമയുടെ മേല് വിശ്വാസമുണ്ട്, ക്രിസ്ത്യാനികളാണെങ്കിൽ യേശുടെ മേല് വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ യഹൂദികളാണെങ്കിൽ മൂസസിന്റെ മേല് വിശ്വാസമുണ്ട്. പക്ഷേ ഇസ്ലാമുകളുടെ മഹത്തരമായ ദീനില് അത് അല്ലാഹുടെ മാത്രമേ വിശ്വാസം വയ്ക്കണായതല്ലേ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അത് ഇസ്ലാമുടെ നീറ്റ്നെസ്സിൽ പെട്ട അല്ലാഹുടെ കൽപ്പനയാണ്. നേരെ മറിച്ചിട്ട് അതിരേതാ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ആക്കിയാറ് 7 വട്ട കൽഗുണോ ചൊന്നിട്ടു അതില് ഒരു വട്ട മണ്ണ് കൊണ്ടാവണുണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്. ഈ നായുടെ തൊട്ടെങ്കിൽ അതിലൊരു വൈറസ് പ്രൊഡ്യൂസ് ആവണം. ഏതെല്ലാം വിധത്തിലുള്ള ഡിറ്റർജന്റുകളും ട്രീറ്റ്മെന്റുകളും ആക്കിയിട്ട് അതൊക്കെ ആ ഒരു ബാക്ടീരിയത്തെ ദൂരാക്കുകയായിട്ട് പരിശ്രമിക്കുമ്പോ എല്ലാ വിജ്ഞാനിമാരും ഈ ഒരു പരിശ്രമത്തിൽ സ്വത്തുപോയപ്പോ അവസാനങ്ങൾ കണ്ടെത്ര ഏത് ഒത്തുണ്ട് ഇസ്ലാമുടെ ശരീഅത്താണ്.
ഇസ്ലാമുടെ ശരീഅത്തില് സുബ്ഹാനല്ലാഹ് 7 ബട്ട കൽകൊണ്ടൂജുന്നു അതിൽ ഒരു ബട്ട മണ്ണുകൊണ്ട് ആവണേ അത് ആദ്യത്തെ പാട്ടമേ മണ്ണുകൊണ്ടാവണോ ചൊന്നിട്ട് കൽപ്പിക്കുമ്പോ അണ്ടത്തെ വിജ്ഞാനിക സുബ്ഹാനല്ലാഹ് നായി തട്ടിയ മനുഷ്യരുടെ ശരീരത്തിലുള്ള ബാക്ടീരിയ റിമൂവ് ആക്കുവാനായിട്ട് അങ്ങതാ മണ്ണുടെ അങ്ങ് ആദ്യമായിട്ട് സവരിയാറ് പിന്നീട് തന്നെ അങ്ങ് 6 വട്ടം വീറ്റി പോയാറ് എന്തോരം അത്ഭുതമാ ഏതെല്ലാം വലിയ ബലിമതിക്കപ്പെട്ട എനിക്കത്തെ വസ്തുക്കൾ ചേർത്തിട്ട് പോലും ഈ ബാക്ടീരിയ നീങ്ങാണ്ട് വന്നപ്പോ 5 പൈസ കൊടുക്കാണ്ട് അതെ അള്ളാഹു ഭൂമിയിൽ നമുക്ക് വേണമായിട്ട് സൃഷ്ടിയാക്കി തന്നെ മണ്ണുണ്ടല്ലേ ഈ മണ്ണുടെ അങ്ങതാ ഈ നായി തട്ടിയ എനിക്കത്തെ ജാഗികന്ന് സവരി കൊടുത്തുട്ടാമ്പോ സുബ്ഹാനല്ലാഹ് ആ നായുടെ ബാക്ടീരിയ സമ്പൂർണമായി നിർമൂലനമായി പോയി. അപ്പൊ നാ ചൊന്നുവന്ന് പിറുസത്ത് മുഅ്മിനീങ്ങളെ മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആ നായുടെ അതേ ഒരു കടൽ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അതൊക്കെ നല്ല വിധത്തിൽ മറന്നാക്കിട് ഉപ്പ് മിശ്രിതമായ തന്നി കൊണ്ട് ആ നായുടെ 44 കുലിപാടിയില്ല നല്ല ശുദ്ധീകരണമാക്കിയില്ലേ അങ്ങനെ നല്ല ഉഷാറുള്ളതായ നായിയാകിട്ട് ആ നായുടെ പബ്ലിക്ക് വിട്ടുകൊടുത്തില്ലേ ഇങ്ങനെ മറന്നാക്കി ഉഷാറാക്കിട്ട് അഹ്മദുൽ കബീർ റിഫായി ആ നായുടെ നിങ്ങൾക്ക് ധാരാളം ബിസിയില്ലേ മുതഅല്ലിമീങ്ങൾക്ക് ദർസ് ചൊന്നു കൊടുക്കുകയില്ലേ നിങ്ങൾ വലിയ കൃഷിയുടെ ആളല്ലേ നിങ്ങൾ ഒരു കർഷകനല്ലേ അതുമായി സംബന്ധിച്ച ബിസി നിങ്ങൾക്ക് ഇല്ല നിങ്ങൾ വലിയ ആളല്ലേ ധാരാളം ബിസികൾ നിങ്ങൾക്ക് ഉണ്ടല്ലേ ഈ ബിസിയുടെ എല്ലാ സൈഡ് വെച്ചിട്ട് ഈ കാലി നായി വേനായിട്ട് നായിക വേനായിട്ട് നിങ്ങൾ ടൈം ഒരുക്കണം കൂടെയാണ് ബിർസത്ത് മുഅ്മിനീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണത് അപ്പോഴാണ് മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു കേട്ട് എനിക്കത്തെ ആൽമാരൊട്ടിക ചൊല്ലുടൂ അമാ ഇൻദക റഹ്മത്തൽ ലിഹാദൽ കൽബ് ദ്രോഹികളെ ഖബറിന്റെ അകത്തളത്തിൽ കിടന്നിട്ട് ഖിയാമത്തിലെ അതേ ഇസ്രാഫീലിന്റെ രണ്ടാമത്തെ ഊത്തങ്ങ് ഊതിയാൽ എല്ലാ മനുഷ്യന്മാരെ വിചാരണത്തിന് വേനായിട്ട് അതേ ആഖിറത്തുക കൊമ്പോടെ മഅശറത്തുക കൊണ്ടുപോകേണ്ട എനിക്കത്തെ സന്നിവേശമുണ്ടല്ലേ ഈ സന്ദർഭത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആലയായ റബ്ബ് ഓരോ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡ്സുകൾ ചെയ്തു പോയ എനിക്കത്തെ തെറ്റുകുറ്റങ്ങള് ഓരോ സെക്കൻഡ്സുകളിൽ ചെയ്തു പോയ നന്മകള് ഇത് എല്ലാം വിചാരണ ചെയ്യപ്പെടുമേ എല്ലാ മനുഷ്യന്മാരെ ആണ് പെണ്ണ് ഉണ്ടില്ല മക്കളില്ല യുവാക്കന്മാരുണ്ടില്ല എല്ലാ വയസ്സന്മാരുണ്ടില്ല എല്ലാ മനുഷ്യന്മാര് ഓരോ സെക്കൻഡ്സുകൾ ദുനിയാവുകൾ ചെയ്ത് കണക്കത്തെ നന്മകളെയും തിന്മകളെയും അവിടെ ചോദ്യം ചെയ്യപ്പെടുവേ ആ സന്ദർഭത്തിൽ എങ്കാലും ഇലാഹായ അല്ലാഹുവായ റബ്ബ് നന്ദട്ടിക്ക് അമാ ഇന്നക റഹ്മത്തൽ ലിഹാദൽ ദേ എല്ലാരും കല്ലടിച്ചിട്ട് എല്ലാരും അടിച്ചിട്ട് തൊന്നെ കൊണ്ട് അടിച്ചിട്ട് ഓടുമാട്ടിയോണ്ട് എനിക്ക് നായിടെ നിങ്ങൾ കാണുമ്പോ നിങ്ങളെ കൽബ് ഖുർആനി മണി തൂക്കത്തെ കിർഫ വന്നു പോയില്ലേ എന്ത് റബ്ബ് നാളെ ആഖിറത്തിൽ നന്ദൊട്ടിക കേട്ടെങ്കിൽ ആ ചോദ്യത്തിന് നന്ദൊട്ടിക ഉത്തരമില്ലാണ്ട് വന്നു പോയെങ്കിൽ സുബ്ഹാനല്ലാഹ് നാണ് സ്വത്തുപോവല്ലേ ഇത്രയും ഇബാദത്ത് എടുത്ത നാട്